ഹലോ, ഇന്ന് നമ്മുടെ ഓണം രുചിയുടെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു മിക്സഡ് വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ മിക്സഡ് വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ചധികം പച്ചക്കറികൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തോരൻ വെക്കാൻ പറ്റുന്ന പച്ചക്കറികളെല്ലാം ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ബീൻസ്, ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം ക്യാബേജ്, ഒരു കഷ്ണം ബീട്രൂട്ട്, 2 സവാള, 2 പച്ചമുളക് ഇവയൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യാനുള്ള ഈ പച്ചക്കറികളെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നീട് ഈ പച്ചക്കറികളെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അതായത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ട് ഞാൻ വരാവേ. അപ്പോൾ പച്ചക്കറികളെല്ലാം ദേ ഇവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കുനുകുനാന്ന് അരിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം നമുക്ക് തോരനായിട്ട് എടുക്കാം കേട്ടോ. ആദ്യം തന്നെ തോരൻ വെക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് സാധാരണ ചെയ്യും പോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് എണ്ണയായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. പച്ചക്കറികളെല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ഈ പച്ചക്കറി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതുപോലെ ഒന്ന് തട്ടി പൊത്തി വെച്ച് ചെറിയ തീയിൽ 1-2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ തന്നെ പച്ചക്കറികൾ ഏകദേശം നന്നായിട്ട് വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാവേ. അപ്പോൾ തോരത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു 1/4 ഭാഗം തേങ്ങ, ഒരു തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ജീരകം, കുറച്ച് ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. അതായത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഒരുപാടൊന്ന് അരഞ്ഞു പോകണ്ട കേട്ടോ തോരത്തിന്. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറികൾ ഏകദേശം എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിനകത്തേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ഇതിനകത്തേക്ക് ഇട്ട ശേഷം ആ മിക്സിയുടെ ജാറിലോട്ട് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കി ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാടൊന്നും വെള്ളം ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ അരപ്പൂടെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതിനായിട്ട് നമ്മളൊരു 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച ശേഷം ഈ അരപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് തട്ടി പൊത്തി വെച്ചിട്ട് അടപ്പ് കൊണ്ട് അടച്ച് 1-2 മിനിറ്റ് കൂടി ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തോരൻ്റെ പണിയെല്ലാം പെട്ടെന്ന് കഴിയും. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ തോരൻ എന്ന് പറയുന്നത്. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അരപ്പും കഷ്ണങ്ങളും കൂടെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. നമ്മൾ അരച്ചെടുത്തപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിന് പുറത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പോഷക സമൃദ്ധമായ മിക്സഡ് വെജിറ്റബിൾ തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മിക്സഡ് വെജിറ്റബിൾ തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ഓണം രുചിയുമായി അടുത്ത ദിവസം തന്നെ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ്. ഓക്കെ, ബൈ.